ഹലോ ഗൈസ്, വെൽക്കം ടു ലോൺലി റോഡ് സ്കാൻഡിനേവിയ. ഇത്തവണ നമ്മളുടെ യാത്ര ഹംഗറിയിലേക്കാണ് കേട്ടോ. സെൻട്രൽ യൂറോപ്പിലെ ഒരു രാജ്യമാണ് കേട്ടോ ഹംഗറി. അതിൻ്റെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കാണ് നമ്മൾ ഈ തവണ പോകുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത്. നമ്മളുടെ കൂടെ നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്, അതായത് ഒരു ഫാമിലി കൂടെ ഉണ്ട് നമ്മളുടെ കൂടെ. അപ്പം നമ്മളിതാ ഇപ്പോൾ ഒർലാൻഡോ എയർപോർട്ടിൽ നിന്ന് ഓടിക്കതച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുഡാപെസ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ എത്തുന്നത് അവിടെ രാത്രി ലേറ്റ് നൈറ്റാണ് എത്തുന്നത്. ഇന്ന് രാത്രി അവിടെ എത്തിയിട്ട് നാളെ തുടങ്ങി ബുഡാപെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ബുഡാപെസ്റ്റിലെ എയർപോർട്ട് ഒരു വളരെ ചെറിയ, അത്ര ഭയങ്കര വലിയ എയർപോർട്ടൊന്നും അല്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ അതിന് വേണ്ട നമ്മുടെ മാപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതാ ബുഡാപെസ്റ്റിൻ്റെ പ്രതീകമായ മഞ്ഞ ടാക്സികൾ അവിടെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ടാക്സിയൊക്കെ വിളിച്ച് ഞങ്ങൾ ഞങ്ങളുടെ താമസസ്ഥലത്തേക്ക് യാത്ര ചെയ്തു. ഇനി ഹംഗറിയെ പറ്റി പറയുകയാണെങ്കിൽ ഹംഗറിക്ക് കുറേ സ്പെഷ്യൽ വിശേഷങ്ങളുണ്ട് കേട്ടോ. വൈൻ കൺട്രിയാണ് ഹംഗറി. പിന്നെ കൂടാതെ ട്യൂലിപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഹംഗറി തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ നിന്ന് ഹംഗറി ഈ ബുഡാപെസ്റ്റിൻ്റെ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് സിറ്റിയുടെ നടുക്ക് തന്നെയാണ് കേട്ടോ താമസിച്ചത്. അപ്പോൾ എല്ലായിടത്തേക്കും പോകാനൊക്കെ നല്ല ഈസി ആയിട്ടുണ്ടായിരുന്നു. ഇനി ബുഡാപെസ്റ്റിൽ പബ്ലിക് ട്രാൻസ്പോർട്ടും മാത്രമല്ല എല്ലാ സംഭവങ്ങളും നല്ല ചീപ്പാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ല ചീപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ട്രാമുകളും ബസ്സുകളും ഒക്കെ ഓടുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫാമിലി കാർഡ്, കിഡ്സ് കൺസെഷൻ കാർഡ്, 24 അവർ കാർഡ്, 72 അവർ കാർഡ്, അങ്ങനത്തെ കാർഡുകളുണ്ട്. ഈ കാർഡുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തേക്കും പോകാനായിട്ട് ആ കാർഡ് യൂസ് ചെയ്താൽ മതി. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ആദ്യത്തെ സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നടന്ന് പോവാം ഫസ്റ്റ് ഡേ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം കുറച്ചൊന്ന് സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ പല മ്യൂറൽ പെയിൻറ്റ്സ് അങ്ങനെയുള്ള കുറേ പെയിൻറ്റിങ്ങുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഒന്ന് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഗോട്ട്ഷൂ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അതൊരു നിങ്ങൾ കാണുന്നില്ലേ, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. മുഴുവൻ ഫുഡ് മാർക്കറ്റുകളും കഫേകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുള്ള, എന്നാൽ തുറന്ന പോലെ അല്ലാതെ ഉള്ള ഒരു ടൈപ്പ്, ഒരു സ്ട്രീറ്റിനകത്ത് പോലെ തോന്നിക്കുന്ന ടൈപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് ആദ്യം ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയത് എന്ത് സ്ട്രീറ്റാണെന്നുള്ളതിനെ പറ്റിയിട്ട്. എന്നാലും പിന്നീട് മനസ്സിലായത് റെസ്റ്റോറൻറ്റ്സ് ആണ് അവിടെ അധികം തുറക്കാത്തതാണ്. ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് എല്ലാം ഫുള്ളായിട്ട് തുറക്കുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഹംഗറിയുടെ മറ്റ് ചില കാര്യങ്ങൾ ഞാൻ പറയാം. യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് സിനഗോഗ് ഈ ബുഡാപെസ്റ്റിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഈ വേൾഡ് ഓഫ് സുവനീർസ് ഇല്ലേ, ഇത് എല്ലായിടത്തും കാണാം കേട്ടോ. ബുഡാപെസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഈ സുവനീറിൻ്റെ ഇതേ കട തന്നെ കുറേ സ്ഥലത്ത് കാണാം. ഈ സുവനീർ വിൽപ്പന അവിടുത്തെ ഭയങ്കര വലിയൊരു ചടങ്ങാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ് ഓരോ കടയും കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചത് ഷൂട്ട് ചെയ്തത്. ബുഡാപെസ്റ്റിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തെർമൽ സ്പ്രിങ്സ് ഉള്ളത്. ബുഡാപെസ്റ്റിൽ പോകുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ തെർമൽ സ്പ്രിങ്സ്. പക്ഷേ ഞങ്ങൾ കടുത്ത ഒരു ചൂട് ടൈമിലാണ് അവിടെ പോയ സമയത്ത് അവിടെ 29 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു ചൂട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഫുൾ ടൈം സ്ട്രീറ്റ്സിലും ഷോപ്പിങ്ങും കാഴ്ചകൾ കണ്ടുമൊക്കെ നടക്കാം, തെർമൽ സ്പ്രിങ്സിലേക്ക് പോകുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചു. ഈ ഹംഗറിക്കാർ നിസ്സാരക്കാരല്ല കേട്ടോ. മേഗർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ് അവരാണ് 13 നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ് അത്ര അവരാണ് റൂബിക്സ് ക്യൂബും ബോൾ പോയിന്റ് പെന്നും വൈറ്റമിൻ സിയും കാർബണേറ്റഡ് വാട്ടറും ഒക്കെ കണ്ടുപിടിച്ചത് അവരാണ് അത്ര. നിസ്സാരക്കാരല്ല അല്ലേ അവര്. ഇനിതാ നമ്മൾ വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് പാർലമെന്റിന്റെ അടുത്തേക്ക് പോവാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പക്ഷെ പോണ വഴിക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അവിടെ എല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് ഈ കാണുന്ന പെയിന്റിങ് ഉണ്ടല്ലോ, നമ്മളിതിൻ്റെ ചോട്ടി കുറേ നേരം നിന്ന് നമുക്കും അറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയ ഇമ്പോർട്ടൻറ്റ് പെയിന്റിങ് ആണെന്ന്. ഈ ഗൈഡ് വന്നിട്ട് ഇത്രയും പറയുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇത് ഒരു വലിയ ഹോളോകോസ്റ്റിനെ എതിർത്ത ഒരു വലിയ ചിത്രകാരൻ്റെ ഒരു പെയിൻറ്റിങ് ആയിരുന്നു എന്നുള്ളത്. പിന്നെ വീണ്ടും ഞങ്ങൾ നടപ്പ് തുടങ്ങി. ബുഡാപെസ്റ്റിൻ്റെ മെയിൻ സ്ട്രീറ്റ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ കാണുന്നില്ലേ തലങ്ങും വിലങ്ങും മഞ്ഞ നിറത്തിൽ ട്രാമുകൾ ഓടുന്നത്.
ഈ കാണുന്നതാണ് പാപ്രിക്ക കേട്ടോ. നമുക്കറിയാലോ പാപ്രിക്ക മുളകാണെന്ന്. ഇത് ഇവർക്കൊരു മെയിൻ സിമ്പലാണ് കേട്ടോ. അതെന്താണെന്ന് നോക്കിയപ്പോൾ ബുഡാപെസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് അത്ര ഈ മുളക്. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഇവിടെ വൈൻയാർഡ്സ് ഉണ്ട്, ഈ പാപ്രിക്കയുണ്ട്, പിന്നെ ട്യൂലിപ്പ് ഫീൽഡ്സും ഉണ്ട്. ഇതാണ് അത്ര ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി. നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ. ഈ ബിഗ് ബെന്നൊക്കെ അവിടെ, ബിഗ് ബെന്നല്ല, ബിഗ് ഐ നമ്മളിവിടെ കണ്ടു. ഈ പാർക്കിൽ കയറി നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് ഫുഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിക്നിക്ക് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെ കഴിച്ചേക്കാമെന്ന് കരുതി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഇനി ഞങ്ങൾ പോകുന്നത് ഫാഷൻ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. പ്രധാനപ്പെട്ട 3-4 സ്ട്രീറ്റ്സ് ആണ് ബുഡാപെസ്റ്റിലുള്ളത്. വാസീൻ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല, VACI എന്നാണ്. വാസി സ്ട്രീറ്റ്, പിന്നെ ആൻഡ്രിയ സ്ട്രീറ്റ്, ഫാഷൻ സ്ട്രീറ്റ്, ഇതൊക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ട കുറച്ച് സ്ട്രീറ്റ്സ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ നമുക്ക് എല്ലാ വലിയ ബ്രാൻഡുകളും കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ട്രീറ്റാണ്. കാരണം വലിയ ബ്രാൻഡുകളുടെ ഷോപ്പുകളാണെങ്കിലും ഇത് നിങ്ങൾ കാണുന്നില്ല, ഈ തരത്തിലാണ് ആ കടകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാൻ. നല്ലൊരു തണലൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ നന്നായി അവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ചില ഷോപ്പിലൊക്കെ ഒന്ന് കയറി നോക്കി. നിസാര വിലയൊന്നും അല്ല കേട്ടോ. ബാക്കിയെല്ലാം ചീപ്പ് ഷോപ്പിംഗ് ആണെങ്കിലും ബ്രാൻഡ് കാര്യങ്ങൾക്ക് ഒരേ ഷോപ്പിംഗ് തന്നെയാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് കണ്ടും അടുത്ത് ഇവരുടെ കിടപ്പായി. എന്തായാലും അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. ഇത്തവണ ഞങ്ങൾ പോകുന്നത് അവിടുത്തെ ഒരു ഭയങ്കര വലിയൊരു ബസിലിക്കയുണ്ട്, സെൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്ക. അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അറിയില്ല എത്രത്തോളം ടൈം എടുക്കും, ക്യൂ നിൽക്കേണ്ടി വരുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുഡാപെസ്റ്റിൻ്റെ സ്ട്രീറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ. അപ്പോൾ എല്ലാ സ്ഥലത്തും നിന്നിട്ട് ഇതുപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഒരു വിധത്തിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കണ്ടോ, ഒരുപാട് ഷോപ്സ് സുവനീർസിൻ്റെ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരു വലിയ ഒരു ടൂർ ഗ്രൂപ്പ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം എടുത്തു ടിക്കറ്റ് കിട്ടാനായിട്ട്. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. നമ്മളൊരു ഫാമിലി ടിക്കറ്റാണ് എടുത്തത് കേട്ടോ. അതിനുവേണ്ടി തൽക്കാലം കണ്ണനെ അവരുടെ ഫാമിലിയിൽ അംഗമാക്കി. ഞങ്ങൾ 4 പേര്, ഞങ്ങൾ 3 പേര് വേറെയും അവർ വേറെയാക്കി. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിരുന്നു ആ കൺസെഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനി ബസിലിക്കേൻ്റെ അകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ബസിലിക്കയായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ബസിലിക്കയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ വലിയ ചർച്ചെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? യൂറോപ്പിലെ തന്നെ ഒരേ ഒരു മമ്മിഫൈഡ് ആയിട്ടുള്ള കിങ് ഈ ബസിലിക്കയുടെ അകത്താണ് കേട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലല്ല. എന്തായാലും ഞങ്ങൾക്ക് പറ്റിയില്ല. അതവിടെ അതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെയാണ് അത് വച്ചിരിക്കുന്നത്. യൂറോപ്പിലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയുമായ മമ്മിഫൈഡ് കിങ്. ഇനി ഞങ്ങൾ അവിടുന്ന് പിന്നെ പോകുന്നത് പാർലമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോകുന്നതുകൊണ്ടാണ് അധിക ദൂരവും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല വെയിലുണ്ട്, കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നുണ്ട്. എന്നാലും അന്നത്തെ ദിവസം പിന്നെ നടന്ന് തന്നെ ആവാം എന്ന് കരുതി ഞങ്ങൾ പോവാണ്. നമ്മൾ പാർലമെൻറ്റിൻ്റെ മുമ്പിലെത്തി. അവിടെ വലിയൊരു ട്രാം സ്റ്റോപ്പ് ഉണ്ട്.
ഇവിടുത്തെ ട്രാമുകൾ കണ്ടോ എന്ത് ക്യൂട്ടാണെന്ന്. മഞ്ഞ തരത്തിലുള്ള ക്യാബുകളും മഞ്ഞ നിറത്തിലുള്ള ഈ ട്രാമുകളും ആണെന്ന് തോന്നുന്നു കേട്ടോ. ബുഡാപെസ്റ്റിൻ്റെ ഐക്കോണിക് പിക്ചർ എന്ന് പറയുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന ദിവസം പാർലമെൻറ്റ് ഓപ്പൺ ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പാർലമെൻറ്റിൻ്റെ അകം കാണാൻ പറ്റിയില്ല. നമുക്ക് എന്തോരം ടൂർ ഗ്രൂപ്പ്സാണ് ബുഡാപെസ്റ്റിൽ വരുന്നത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഇന്ത്യൻ ടൂർ ഗ്രൂപ്പ്സ് തന്നെ ഇഷ്ടം പോലെയുണ്ട്. അല്ലാതെ ഒരുപാട് എല്ലാ സ്ഥലത്തും നമ്മൾ ഇവരുടെ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈമൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അകം കാണാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, ഒന്ന് പുറത്ത് കൂടെ എന്തായാലും ഒന്ന് ചുറ്റിനും നടന്ന് നോക്കാമെന്നുള്ള പ്ലാനിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചുറ്റിനും നടന്ന് നോക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ എന്തോ ഒരു ആക്ടിവിസ്റ്റുകൾ കുറച്ച് പേര് ചേർന്നിട്ട് എന്തോ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കണ്ട് ഒന്ന് ചുറ്റിനും നടക്കാൻ തീരുമാനിച്ചു. എന്താ ഇവർ ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല കേട്ടോ. നമുക്ക് ചോദിക്കാൻ പറ്റിയ ആരെയും അവിടെ കണ്ടില്ല. എന്തോ ഒരു ആക്ടിവിറ്റി ആക്ടിവിസ്റ്റുകൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്നുള്ളതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, എന്തിനാണ്, എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനാണോ, ആ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ല. ഇത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് ആണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ അകം കാണണം എന്നുള്ള ആഗ്രഹം നമുക്ക് നടന്നില്ല. ഇത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ അതിൻ്റെ ഒരു ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അകം എന്തായാലും കാണാൻ പറ്റുന്നില്ല, എന്നാൽ ഈ ഷോ എങ്കിലും ചുമ്മാ കുറച്ച് നേരം കണ്ടു നിൽക്കാമെന്ന് കരുതി. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് റിഫ്രഷ്മെൻ്റൊക്കെ, കുറച്ച് ജ്യൂസും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഇനി ഞങ്ങളുടെ പ്രധാന പരിപാടി, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഡാന്യൂബാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡാന്യൂബിൻ്റെ കരയിൽ ചെന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നുള്ളതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പരിപാടി. ഒരുപാട് കാലത്തെ 10-30 വർഷമായിട്ടുള്ള വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഉണ്ടായിരുന്ന കഥകളൊക്കെ വായിച്ചിട്ടുള്ള ആഗ്രഹം എപ്പോഴും കേൾക്കുന്ന ഒരു പേരായിരുന്നു ഡാന്യൂബ് എന്നുള്ളത്. അപ്പോൾ ഈ ഡാന്യൂബിൻ്റെ കരയിലെത്തുക, ഡാന്യൂബിൻ്റെ വെള്ളവും തൊടുക എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അത് ഇതോടുകൂടി സാധിച്ചു. നല്ല ഒഴുക്ക് ഉള്ള ഒരു പുഴ പോലെയാണ് കേട്ടോ തോന്നിയത്. നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര ഒച്ചയോടുകൂടി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ ഡാന്യൂബിൻ്റെ കരയിൽ കൂടെ ഒന്ന് നടക്കാൻ എന്തായാലും തീരുമാനിച്ചു. ഇവിടെ ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരു കാഴ്ച കാണാനുണ്ട്. ഈ ഡാന്യൂബിൻ്റെ 2 കരയിലായിട്ടാണ് കേട്ടോ ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന നഗരം കിടക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാഴ്ച. ഷൂസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഡാന്യൂബ് എന്നറിയപ്പെടുന്ന സംഭവമാണിത്. ജ്യൂസിൻ്റെ ഒരു ഹോളോകോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഷൂസുകൾ. അവരെ ഇവിടെ നാസിപ്പട നിരത്തി നിർത്തിയ ശേഷം വെള്ളത്തിലേക്ക് ചാടാൻ പറഞ്ഞു. പക്ഷെ ചാടുന്നതിന് മുമ്പ് അവരുടെ ജീവനേക്കാൾ വില ഈ ഷൂസിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷൂസ് അവിടെ അഴിച്ചു വെച്ചേക്ക്. കാരണം ഷൂസ് റീസെയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഷൂസ് അഴിച്ചു വെപ്പിച്ചിട്ട് അവരെ ചാടിച്ചു. അവർ മരിച്ചുപോയി. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഷൂസ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ വീണ്ടും മുമ്പോട്ട് നടന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ബുഡാപെസ്റ്റ് എന്ന് പറയുന്നത് 2 നഗരങ്ങളാണ്. ഒരു ഭാഗത്ത് ബുഡയും മറുഭാഗത്ത് പെസ്റ്റുമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെസ്റ്റിലാണ്, അപ്പുറത്തെ സൈഡാണ് ബുഡ ഒരു ഭയങ്കര പൗരാണികമായിട്ടുള്ള സ്ഥലമാണ്. ബുഡ കാസിലൊക്കെ നിൽക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. ആക്ച്വലി 3 എണ്ണം ഉണ്ട് കേട്ടോ. ബുഡാപെസ്റ്റ് ഇങ്ങനെ 3 സ്ഥലങ്ങൾ ചേർന്നാണ് ബുഡാപെസ്റ്റ്. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ടും ബുഡയും പെസ്റ്റും മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ അടുത്ത പരിപാടി ഭയങ്കര പ്രസിദ്ധമായ ഈ സംഭവം ചെയ്യാനായിട്ടായിരുന്നു. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ പേർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. ഇതാണ് പ്രസിദ്ധമായ ചെയിൻ ബ്രിഡ്ജ് അഥവാ ചാൾസ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കാണാൻ ഇതൊരു ഐക്കോണിക് സംഭവം തന്നെയാണ് കേട്ടോ. ബുഡാപെസ്റ്റിൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസിലും എല്ലാം ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് നല്ല വെയിലായിരുന്നു. ഇത് ക്രോസ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. താഴെ ഡാന്യൂബിൽ ക്രൂയിസ് കിടക്കുന്നുണ്ടായിരുന്നു. ഡാന്യൂബിൽ കൂടെ ക്രൂയിസ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. വൈകുന്നേരം ക്രൂയിസും അതിൽ ഡിന്നറും ഒക്കെ ആയിട്ട്. ഇനി ഈ പാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ
വൺ ഓഫ് ദ ഫസ്റ്റ് ചെയിൻ ബ്രിഡ്ജുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. 315 മീറ്റർ നീട്ടമുണ്ട് ഈ പാലത്തിന്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുഡയും പെസ്റ്റിനെയും പറ്റി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് കേട്ടോ ഈ പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അതിൻ്റെ മുകളിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു. നാളെയും ഞങ്ങൾ ഈ പാലത്തിൽ കൂടെ വരാൻ എന്തായാലും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പക്ഷെ വന്നതല്ലേ, എന്തായാലും കുറച്ച് നേരം കാണാമെന്ന് ചോദിച്ചു. കാരണം ഭയങ്കര വെയിലായിരുന്നു, നമ്മൾ വേണ്ട വിധം അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെയിൽ കാരണം. അപ്പോൾ ഞങ്ങൾ നാളെ കുറച്ച് രാവിലെ വരണം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ അപ്പുറത്ത് ബുഡാ കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി പോകുന്നത്. ഇനി ബുഡാ കാസിൽ കാണുന്നെങ്കിൽ ഇത് ഒരു മലയുടെ മുകളിൽ, ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ബുഡാ കാസിലും അവിടെ ഉള്ള മസൻ മത്യാസ് ചർച്ചും ഫിഷർമാൻസ് ബാസിൽ എന്ന് പറയുന്ന സ്ഥലം, ഈ 3 ഭയങ്കര പ്രസിദ്ധമായ സ്ഥലങ്ങൾ നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കൊരു ഫ്യൂനിക്കുലാർ ട്രെയിൻ ഉണ്ട്. അന്ന് അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. ഈ കാണുന്നതാണ് പ്രസിദ്ധമായ ചിമ്മിനി കേക്ക്. കണ്ടോ, ചിമ്മിനി പോലെ ഇരിക്കുന്നത് ഈ സാധനം. എന്തായാലും ഇവിടെ വന്നപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ബുഡാപെസ്റ്റിന്റെ ട്രഡീഷണൽ ഡെസേർട്ടാണ് ഈ ചിമ്മിനി കേക്ക്. അതൊന്ന് കഴിക്കണമെന്ന്. അത് കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നോർമൽ ഡോ ചുരുട്ടിയെടുത്ത് സ്പൈറൽ ആകൃതി ചുരുട്ടിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. ചില സമയത്ത് ഇതിനകത്ത് അവർ ഐസ്ക്രീമും ക്രീമെല്ലാം നിറച്ച് പിസ്താഷ്യോനെ നമുക്ക് വേണ്ടതെല്ലാം നിറച്ച് തരുകയും ചെയ്യും. എന്തായാലും അത് കഴിച്ച ശേഷം ഞങ്ങൾ ഫെനിക്കുലാറിന് ടിക്കറ്റ് എടുത്തു. ഇതേ മോളിലേക്ക് പോകുന്നു. 2000 HUF എന്ന് പറയുമ്പോൾ 55 സെക്കൻഡ്. ഇതാ മുകളിലേക്ക് പോകുന്ന വഴി കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇതിൽ നിന്ന് മുകളിൽ നിന്ന് ബുഡാപെസ്റ്റിൻ്റെ ഒരു പനോരമിക് വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. എന്തായാലും പോണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ ഇതിന് ടിക്കറ്റ് എടുക്കണം. ഇനിയിപ്പോൾ ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് താഴെ നിന്ന് മുകളിലേക്ക് നോർമൽ ബസ് ഉണ്ട്. നമ്മൾ 24 മണിക്കൂറിൻ്റെയോ 72 hours ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അതേ ടിക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് നോർമൽ സാധാരണ ബസ്സിൽ പോവാം കേട്ടോ. ഈ ഫെനിക്കുലാർ പോകണമെന്നില്ല. ഈ പോകുന്നത് ഈ വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആളുകൾ ഈ ഫെനിക്കുലാറിൽ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. നമ്മൾ മറ്റേ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ലാഭം. മോളിൽ ചെന്നപ്പോൾ ബുഡാ കാസിലിലെ തിരക്ക് ഇതാണ്. കാസിലിന്റെ അകത്ത് ഇവിടെയും പ്രവേശിക്കാൻ പറ്റില്ല. കാരണം അവിടെ കുറച്ച് റെനോവേഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്തും കോർട്ട്യാർഡ്സും തന്നെ കാണാൻ കുറച്ചധികം ഭംഗിയുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നുള്ള ആദ്യം തന്നെ ഇതായി പനോറമിക് വ്യൂ, ബുഡാപെസ്റ്റിന്റെ പനോറമിക് വ്യൂ ആണ് കണ്ടത്. അത് കുറേ നേരം അവിടെ നമുക്ക് പലതരത്തിൽ പല വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ബുഡാ കാസിലിന്റെ കോർട്ട്യാർഡൊക്കെ കാണാനായിട്ട് പോയിട്ടോ. ആ ചെയിൻ ബ്രിഡ്ജിൽ കൂടെ ഈ മഞ്ഞ കളറ് കാറും താഴെ കൂടെ ക്രൂയിസും എല്ലാം കൂടെ പോകുന്നൊരു ദൃശ്യം അല്ലേ, ഗംഭീരമായിട്ടുണ്ടല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് അത് കുറച്ച് നേരം ആസ്വദിച്ചു. പിന്നെ ഞങ്ങളുടെ ഈ കോർട്ട്യാർഡ്സിലേക്കൊക്കെ പോവുകയാണ് ബുഡാ കാസിലിന്റെ. അതെല്ലാം ഒന്ന് കണ്ടു കളയാമെന്ന് കരുതിയിട്ട്.
അതെ 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 എല്ലാം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഈ ബുഡ ഭാഗം എന്ന് പറയുന്നത് ആണ് ശരിക്കും ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ബുഡ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നടന്നാൽ തന്നെ അടുത്ത അടിപൊളി സ്പോട്ടിലേക്ക് എത്തി. ഈ ചാൾസ് ബ്രിഡ്ജ് അഥവാ ഈ മറ്റേ ചെയിൻ ബ്രിഡ്ജ് ഇതിൻ്റെ ഒരു ഐക്കണാണ് അല്ലെങ്കിൽ ലാൻഡ് മാർക്കാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഐക്കണാണ് ദ സെൻറ്റ് മത്യാസ് ചർച്ചും ഇവിടുത്തെ ഫിഷർമാൻ ബാസ്റ്റിനും. അപ്പോൾ ഞങ്ങൾ ഈ ഫിഷർമാൻ ബാസിൽ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. കുറച്ച് നടക്കണം, പക്ഷെ അത് വർത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ എത്ര വലുതാണ്, എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ റൂഫ് കാണാൻ എന്നുള്ളത്. ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് കളർ പെയിൻറ് ചെയ്തിട്ടുള്ള റൂഫ് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എല്ലാം കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇതായി കാണുന്ന കുഞ്ഞു കുഞ്ഞു ഗോപുരങ്ങൾ കണ്ടില്ലേ, ഇതിനെയാണ് കേട്ടോ ഫിഷർമാൻ ബാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് അവിടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ, അത് ഭയങ്കരമായ ഒരു പോയിന്റാണ്. അത് കണ്ടില്ല, ആളുകളെല്ലാം അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കുന്നത്. അപ്പം നമ്മളും അവിടെ ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഇരുന്ന് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ആണോ? പിന്നെ ഞങ്ങൾക്കും അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടോ. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാ ഞങ്ങൾ തിരിച്ച് നടന്നു വന്ന് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. തിരിച്ച് ഞങ്ങൾക്ക് ഇത്രയും നടക്കാനുള്ള പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് 24 hours ഒരു കാർഡ് എടുത്തു. എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒറ്റയടിക്ക് പോവല്ല, ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു, കുട്ടികളുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറാനായിട്ടൊരു ക്രേവിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ ബുഡാപെസ്റ്റിൽ. പക്ഷെ മിക്ക സ്ഥലത്തും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യൻ ടൂർ ഗ്രൂപ്പ്സ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. അങ്ങനെ അതെല്ലാം സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ്, തിരക്കില്ലാത്ത ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് സബ്ജി ഈ പറഞ്ഞ പോലെ പൊറോട്ടയൊക്കെ കഴിക്കുന്ന സീനാണ് ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം നല്ല രാത്രിയായിട്ടുണ്ട്, ഇരുട്ടായിട്ടില്ല, സമ്മർ ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു പോകാം കേട്ടോ. ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. അടിപൊളി നൈറ്റ് ലൈഫാണ് കേട്ടോ ബുഡാപെസ്റ്റിലെ. സ്റ്റോക്ക്ഹോമിൽ നിന്ന് പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ലൈഫാണ് അവിടെ കണ്ടത്. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മളതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി നാളെയാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. നാളെ ഞങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് ബുഡാപെസ്റ്റിൽ കാണാനുള്ളൂ. പക്ഷെ ഞങ്ങൾ നാളെ ഇതെല്ലാം വിശദമായിട്ട് ചില കാര്യങ്ങൾ ഒന്നും കൂടെ കാണണമെന്ന് വിചാരിക്കുന്നു.